സാർ നമസ്കാരം. നമസ്കാരം. UN ഒരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ട് UN പുറത്തുവിട്ടിരിക്കുന്നത് UNന്റെ ഭീകര സംഘടനകളുടെ പ്രവർത്തനം വിലയിരുത്തുന്ന വിഭാഗമാണ് ആ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇന്ത്യയിൽ ചുവടുറപ്പിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ അവർക്ക് ചുവടുറപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നും ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ അവർ വളരെ നിരാശരാണ് എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയിൽ അവര് വിചാരിച്ച പോലെ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിൽ അവർ നിരാശരാണെന്നും അതിൽ നിരാശ പൂണ്ട അവർ ഹിന്ദു മുസ്ലിം വിരോധമുണ്ടാക്കാനായിട്ട് വലിയ രീതിയിലുള്ള പദ്ധതികൾ ഇന്ത്യയിൽ മെനയുന്നു എന്നും ഇതിൽ പറയുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് അനുഭാവികൾ വഴി ഇന്ത്യയിൽ പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യാൻ അവർ പോവുകയാണ് എന്നാണ് UNന്റെ മുന്നറിയിപ്പ്. അതും സംഘങ്ങളായിട്ടല്ല, ഒറ്റയ്ക്ക് സ്ലീപ്പർ സെൽസ് പോലെയുള്ള പ്രവർത്തകരെയാണ് അവർ ഇന്ത്യയിലേക്ക് റിക്രൂട്ട് ചെയ്യാനും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനും പോകുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖ് ആൻഡ് ലെവന്റ് ഖൊറാസാനെയാണ് വ്യക്തികളെ ഒറ്റയ്ക്ക് സംഘടനകളിലേക്ക് ആകർഷിക്കാനും റിക്രൂട്ട് ചെയ്യാനും പോകുന്നത് എന്നും ഇത് പറയുന്നുണ്ട്. പോരാത്തതിന് ഉറുദുവിൽ ഇവരൊരു ബുക്ക്ലെറ്റും പുറത്തിറക്കിയിട്ടുണ്ട്. ആ ബുക്ക്ലെറ്റിൽ ഹിന്ദു മുസ്ലിം വിരോധം വളർത്താനുള്ള മാനുവലാണ് അത് എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് സാറിന്റെ ഒരു ടേക്ക് ഇത്? ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ IS ഖൊറാസാൻ എന്ന് പറയുന്നത് അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണെന്നല്ല. അത് പഴയൊരു പേർഷ്യൻ സരേഷ്യൻ എംപയർ എന്നിട്ടുണ്ടായിരുന്നു. അതിലുണ്ടായ ഒരു ഈ കാലിഫേറ്റിന്റെ വരും, ഉമ്മയ്യാദ് കാലിഫേറ്റ് ഉണ്ടല്ലോ, അതിന്റെ അടിയിൽ വരും. ഇപ്പോഴത്തെ ഈ ഖൊറാസാൻ എന്ന് പറയുന്നത് റീജൻ, അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു റീജൻ പണ്ടത്തെ കാലിഫേറ്റ് പ്രകാരം അത് ഇറാന്റെ നോർത്ത് ഈസ്റ്റ് ഇറാൻ വരും. അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ, ഓൾമോസ്റ്റ് എൻറ്റയർ അഫ്ഗാനിസ്ഥാൻ, ചില ഏരിയ സെൻട്രൽ ഏഷ്യയുടെ അതും ഞങ്ങളുടെ കൺട്രോളിലാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊറാസാൻ എന്ന് പറയുമ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനെ പറ്റി നമുക്ക് മറക്കാൻ പാടില്ല. ബിക്കോസ് അവർ റഷ്യയുടെ നേരെ അറ്റാക്ക് നടത്തിയെന്ന് ഓർമ്മയുണ്ടാവും ധനുഷിന്. റഷ്യയുടെ നേരെ ഒരു ഭീകര അറ്റാക്ക് ഖൊറാസാന്റെ വക. അപ്പൊ അവര് ബേസിക്കലി നോക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക, അവർക്ക് അവിടെയുള്ള അറ്റാക്കിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി അവർക്ക് വേണം. അതാണ് അവരുടെ മെയിൻ ലുക്ക് ഔട്ട്. പക്ഷേ ഈ പറഞ്ഞ മാതിരി അതിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഡീറ്റെയിൽ ധനുഷിന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് ഇല്ല. പക്ഷെ എനിക്ക് ഗസ് ചെയ്യാൻ പറ്റും ഈ റിപ്പോർട്ട് എവിടുന്നാ വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അത് ക്ലിയർ ആയിട്ട് പറയുന്നത് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ ഇന്ത്യയിൽ സ്ലീപ്പർ സെൽസ് വഴി അവർ നടത്താൻ പോണ അറ്റാക്കിനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. പക്ഷേ നമുക്കൊരു കാര്യം മാറണം. പണ്ട് PFIയുടെ ഒരു ഡോക്യുമെന്റ് ബീഹാറിൽ സീസ് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് 2047 ആവുമ്പോഴേക്കും ഭാരതദേശത്തില് ഞങ്ങളൊരു ഇസ്ലാമിക് കാലിഫേറ്റ് കൊണ്ടുവരാൻ പോവുകയാണെന്ന് ഇവരൊരു അനൗൺസ്മെന്റ് നടത്തിയായിരുന്നു. ഓർമ്മയില്ല, 2047 ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ്. പക്ഷെ അതിനു മുന്നേ കേരളത്തിലുണ്ടാവും, അത് വേറെ കാര്യം. കേരളത്തിലെ ഈ പറഞ്ഞ മാതിരി അവിടുത്തെ സെറ്റിങ്സ് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ അധികം നാൾ പിടിക്കില്ല. പക്ഷെ നമ്മൾ ഇതിനെ പറ്റി ഒരു ഈസി ആയിട്ട് എടുക്കാൻ പാടില്ല. ബിക്കോസ് ഒരു സ്പെസിഫിക് ഒരു ടെറർ ത്രെറ്റ് വരുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ആദ്യം അതിൽ കയറി അവരാണ് ഇടപെടുക യൂഷ്വലി. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ ഇതിനെപ്പറ്റി അധികം മിണ്ടില്ല. അതിന് ഒരു കാരണമുണ്ട്, മിണ്ടാണ്ടിരിക്കാനുള്ള ഒരു കാരണമുണ്ട്. അത് ബേസിക്കലി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിണ്ടി കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒരു ഇഷ്യൂ ആവും. അത് സീക്രറ്റ് ആയിട്ട് ഡീൽ ചെയ്യാനുള്ള പരിപാടി ഇവരുടെ കയ്യിലുണ്ട്. അത് ഇല്ലാതെ നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഈ IS ഖൊറാസാൻ സ്ലീപ്പർ സെൽസ് റിക്രൂട്ട് ചെയ്യുന്നത് 2-3 രാഷ്ട്രങ്ങളിൽ നിന്നാണ്. അതിൽ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്ഥാനമാണ്. അതിൽ ഒന്നാണ് നമ്മുടെ കേരളം, പ്രബുദ്ധ കേരളം. കേരളത്തിൽ എങ്ങനെ ചെയ്യണം ഇവരെന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഈ പറഞ്ഞ മാതിരി അവരുടെ ഒരു സ്ലീപ്പർ സെൽസ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തൊരു ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെറർ ത്രെറ്റുള്ള റീജിയൻ എടുത്തിട്ട് നിങ്ങളെ RSSകാർ വന്ന് തല്ലും, നിങ്ങളെ BJPക്കാർ വന്ന് തല്ലും. ഇതാണിപ്പോൾ പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞപ്പോൾ അവരൊരു പേടി ആൾക്കാരെ ഒരു ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ ഡിവിഷൻ ഉപയോഗിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് ചെയ്യുക. ഞാൻ ഇപ്പൊ തന്നെ ഒരു റിപ്പോർട്ട് വായിക്കുന്നത് ധനുഷ്, റായ് ബറേലിയിൽ റോഹിംഗ്യർ കയറി കളിക്കുകയാണെന്നിട്ട് UP ഗവൺമെന്റ് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് ഇവര് റോഹിംഗ്യാസിന് നേരെ അവിടെ നടന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട്. അപ്പൊ അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ബേസിക്കലി റോഹിംഗ്യാസിന്റെ ഒരു ഏരിയയിൽ റായ് ബറേലിയിൽ 8,000 ബർത്ത് സർട്ടിഫിക്കറ്റ് ഒരൊറ്റ ഏരിയയിൽ സഡൻലി ഒരു കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. 6 മാസത്തിന്റെ ഉള്ളിൽ അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് 8,000 ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് നടക്കുന്നത്. അവിടെ ആക്ച്വൽ ഡേറ്റ് ഓഫ് ഇത് ബർത്ത് റേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 400-500 ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്താണ് ഇത് കൊടുക്കാൻ കാരണം, ഇതിന്റെ പിന്നിൽ ആരാണ്? അപ്പൊ ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഈ പറഞ്ഞ മാതിരി അവിടെയും നമ്മൾ ഈ റോഹിംഗ്യാസിനെ സെറ്റിൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മുടെ ചില സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ പരിപാടികളാണ് അത്. അവിടുത്തെ ഉം, റോഹിംഗ്യാസിന് അവിടെ ശരണം കൊടുത്ത് അവരെ ബംഗ്ലാദേശി മുസ്ലിംസ് ബംഗ്ലാദേശീസ് ആക്കി മാറ്റി, അവിടുന്ന് ഉം, ബംഗാളിയാക്കി മാറ്റി, അവന് റേഷൻ കാർഡ് വാങ്ങിച്ചു കൊടുത്ത്, അവന് അത് കഴിഞ്ഞിട്ട് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്ത്, അതിന് പിന്നെ ഒരു വോട്ടർ ID കാർഡ് ഉണ്ടാക്കി കൊടുത്ത്, അവനൊരു വോട്ടർ ID ബാങ്ക് ആയിട്ട് കേരളത്തിൽ ഇവർ നടത്തുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഉം. കേരളത്തിൽ. ഇതേ പരിപാടി ഇവര് തമിഴ്നാട്ടിൽ ട്രൈ ചെയ്തായിരുന്നു. നമ്മൾ കണ്ടു നമ്മുടെ ഓ, ഈ NIA ഓർഗനൈസേഷൻസ് പോയി കുറെ പേര് അവിടെ നിന്ന് പൊക്കിയാണ്, എസ്പെഷ്യലി കോയമ്പത്തൂർ, സേലം ഏരിയ. കർണാടകത്തില് ഈ പറഞ്ഞ മാതിരി ഉം, PFIയുടെ ഒരു വിങ് ഉണ്ടായിരുന്നു. PFI ബാൻ ഉം, ചെയ്ത് കഴിഞ്ഞിട്ടും അവരുടെ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ അവർ ഉം, SDPI എന്നും വേറെ കുറെ പേരുകൾ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷെ ഉം, അവിടുന്ന് അവരെ കുറെ പേര് പൊക്കിക്കൊണ്ടുപോയി. ഉം. നമ്മളിപ്പോഴും ആരെ പറ്റി മിണ്ടുന്നില്ല. കേരളത്തിൽ പണ്ട് കൊണ്ടുപോയ PFIക്കാർ ഇപ്പോഴും ഡൽഹിയിലോ ആസാമിലോ എവിടെ കിടപ്പുണ്ട്, ഏതോ ജയിലിൽ. അതേമാതിരി ഉം, ഹൈദരാബാദ് സിറ്റി വേറൊരു സ്ലീപ്പർ സെൽ ഏരിയ ഉണ്ട്. അപ്പൊ ഈ ഉം. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ള ഖൊറാസാൻ എന്നുള്ള കോൺസെപ്റ്റ് അത് എല്ലാ ടെറർ ഓർഗനൈസേഷൻസ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ ഉം. മാതിരി ലഷ്കർ എ തോയ്ബ ആയാലും ജയ്ഷെ മുഹമ്മദ് ആയാലും ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടിയുണ്ട് ഇവർ. പക്ഷെ ഇവർക്കൊരു ഉം. ബ്രോഡ് ഇതുള്ളത് എന്താണെന്ന് നമുക്ക് ഇസ്ലാം, ബിക്കോസ് നമ്മൾ കണ്ടിട്ടുണ്ട് സിറിയ, ലെബനൻ, ഞാൻ ലെബനനെ പറ്റി പറഞ്ഞു, അതെ, ഈജിപ്റ്റ്, അതെ, അതെ. ഇതൊന്നും ഇസ്ലാമിക് രാജ്യങ്ങളായിരുന്നില്ല. പക്ഷേ 30, 40, 50, 60 കൊല്ലത്തിനുള്ളിൽ ഇവരെല്ലാം ഇസ്ലാമിക് രാജ്യമായി മാറി. ഇറാൻ ഉം, ഫോർ എക്സാമ്പിൾ ഒരു സൊറാസ്ട്രിയൻ റിലീജിയൻ ആയിരുന്നു അവിടുത്തെ മെയിൻ. പക്ഷെ അവിടുന്ന് അവർ ഉം, പാർസികളെ ഓടിച്ചു ആക്കി അവരെല്ലാം ഭാരതത്തിൽ വന്ന് എവിടെ ശരണം തേടി, എവിടെ ഇപ്പോൾ ഒരു വലിയ ബിസിനസ്സുകാരാണ് പാർസി കമ്പനി. ഉം. അപ്പൊ നമ്മുടെ ഈ ഒരു ഭാരതദേശം മാത്രമേ ഉള്ളൂ എത്ര കാലമായിട്ട് പിടിച്ചു നിൽക്കുന്നു. അതെ. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് പറയാതെ നേപ്പാളായിരുന്നു. അത് പിന്നെ നമുക്കറിയാം, അവിടെ കമ്മ്യൂണിസ്റ്റുകാർ കയറി, ചൈനക്കാർ കയറി കളിച്ച് അവിടുത്തെ മഹാരാജാവിനെയും അവരുടെ ഫാമിലിയെ മൊത്തം കൊന്നു ഉം, കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹിന്ദു രാഷ്ട്രം പോയി. പക്ഷെ അവിടെയും തിരിച്ചു വരുന്നുണ്ട് ഉം, ഹിന്ദു രാഷ്ട്രം എന്നൊരു ഉം. കോൺസെപ്റ്റ്. ഇത് എങ്ങനെയാ ബ്രേക്ക് ചെയ്യുക? ഈ കണ്ടിന്യൂസ് ഹിന്ദു സിവിലൈസേഷൻ അവിടെ ഉണ്ടാവാൻ പാടില്ല. അതാണല്ലോ ഉം. ഈവൻ ഒവൈസി പറയണത്. ഒരു നാളും ഞങ്ങളും ഭരിക്കും, ഞങ്ങളുടെ ഒരു സ്ത്രീ, ഹിജാബിട്ട സ്ത്രീ പ്രധാനമന്ത്രിയാവും ആണ് അതെ, അതെ. നമ്മുടെ അസദുദ്ദീൻ ഒവൈസി പറഞ്ഞത്, ഹൈദരാബാദ് MP. അപ്പൊ അതാണ് അവരുടെ അൾട്ടീരിയർ എയിം. അൾട്ടീരിയർ എയിം എന്ന് പറഞ്ഞാൽ 30 തൊട്ട് 40% പോപ്പുലേഷൻ ആയി കഴിഞ്ഞാൽ ഉം, പിന്നെ ഉം. അവിടുത്തെ ഇലക്ഷൻ ജയിക്കണോ എന്ന് ഡിസൈഡ് ചെയ്യണത് ഒരു കമ്മ്യൂണിറ്റിക്കാരാണ്. പക്ഷെ ഉം. എല്ലാവരും ടെററിസ്റ്റ് ആണെന്ന് പറയാനോ പറ്റില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇവരുടെ ഇതിലൊരു ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റിയ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും, ഒരു സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ. ഒന്നിലവർക്ക് ഉം, ജോലി ഉണ്ടാവില്ല, അവർക്ക് ഈ ഉം. പറഞ്ഞ മാതിരി പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ടും അവന് ശമ്പളം മതിയാവുന്നില്ല. അങ്ങനത്തെ ആൾക്കാരെ ഇവർ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ടു. ഇതേ IS ഖുറാസാനാണ് നമ്മുടെ പയ്യന്മാരെയും പെൺകുട്ടികളും കേരളത്തിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെയാണ് അവിടെ അടിയുണ്ടായിട്ട് ഉം. അവിടെ അവസാനം ഈ പറഞ്ഞ മാതിരി ഇറാനിന്റെ കയ്യിൽ പെട്ട് കുറെ പെൺകുട്ടികൾ അവിടുത്തെ ജയിലിൽ കഴിയുന്നു ഉം. ഇപ്പോൾ UN ഒരു ഉം. ഫെസിലിറ്റി. ഈ IS ഖൊറാസാൻ ഭാരതദേശത്തിൽ അവർക്കൊരു റൂട്ട് ഇല്ല. പക്ഷെ എനിക്ക് ഉം. ഉം. തോന്നുന്നത് ധനുഷ് പറഞ്ഞൊരു UN റിപ്പോർട്ട് ആണെങ്കിൽ UN അത്ര ഉം. ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല, അല്ല, ഈ സീരിയസ് UN ആയിട്ടാണ് റിപ്പോർട്ടിൽ എടുക്കാൻ. പറയുന്ന വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം എടുത്ത് കാണേണ്ടതാണ്. അതായത് ഇന്ത്യയിൽ ആക്രമണം നടത്താൻ സാധിക്കുന്നില്ല, വേണ്ട രീതിയിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന നിരാശയിലാണ് അവർ പുതിയ പദ്ധതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അത് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെയും നമ്മുടെ ഇവിടെ ഇപ്പൊ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെയും ഒരു വലിയൊരു കഴിവല്ല. സാർ ഇന്നലെ പറഞ്ഞതുപോലെ ടെററിസ്റ്റിന് ഒരു വട്ടം ലക്ക് ഉണ്ടായിരുന്നാൽ മതി, പക്ഷെ ഇന്റലിജൻസ് വിഭാഗത്തിന് എല്ലാ വട്ടവും ആ ലക്ക് അവരെ പിന്തുണയ്ക്കുക തന്നെ വേണം. അപ്പൊ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗമൊക്കെ എന്തോരം വളർന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടെയാണ് ഈ UN റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. 1000 തവണ ബോംബ് ബ്ലാസ്റ്റിന് പദ്ധതി ഇടുമ്പോൾ അതിൽ ഒരെണ്ണം സക്സസ് ആയാൽ മതി അവന്. പക്ഷെ ഈ 1000 എണ്ണവും നിർവീര്യമാക്കാനുള്ള നമ്മുടെ ചിന്തകൾ അവിടെ സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ പരാജയമാണെന്ന് നാട്ടുകാർ പറയും. ഇന്റലിജൻസ് വിഭാഗത്തെയൊക്കെ പുകഴ്ത്താതിരിക്കാൻ യാതൊരുവിധ നിർവാഹവും. അതാണ് ശരിയാണ് ഈ പറഞ്ഞ മാതിരി. നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസ് അതാണ് ഏറ്റവും ഉം, ക്രൂഷ്യൽ. ടെക്നിക്കൽ ഇന്റലിജൻസ് ഉം, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരാള് ഫോർ ഉം, എക്സാമ്പിൾ നമ്മുടെ NTRO എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്, നാഷണൽ ടെക്നിക്കൽ ഉം, റിസർച്ച് ഓർഗനൈസേഷൻ. ഉം, പണ്ട് ജനറൽ VK സിംഗ് ഉണ്ടായിരുന്ന സമയത്ത് ഒരു വലിയൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഇത്. ഈ ഉം, അവരൊരു വാൻ കൊണ്ടുപോയിട്ട് നമ്മുടെ പ്രതിരോധ മന്ത്രിയുടെ റെസിഡൻസിന്റെ പുറത്ത് കൊണ്ടുപോയി വെച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ ഉം, ഉം, ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവരെ വീട്ടിൽ നിന്ന് എന്ത് ഫോൺ കോൾ ചെയ്താലും ഇവർക്ക് അത് ട്രേസ് ചെയ്യാൻ പറ്റും, ആരാ വിളിച്ചതെന്ന് അറിയാൻ ഉം, പറ്റും. ഉം, NTRO ആണ് കുറെ ട്രാക്ക് ചെയ്യണത് ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ്. ഉം, ഞാൻ ജനം TV-യിലുള്ള സമയത്ത് RVS മണി എന്ന് പറഞ്ഞൊരു അണ്ടർ സെക്രട്ടറി ഉണ്ടായിരുന്നു പണ്ട്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. മിത്ത് ഓഫ് ഹിന്ദു ടെറർ എന്നൊരു പുസ്തകം എഴുതിയ ആളാണ് അങ്ങനെ.
അങ്ങേരായിട്ട് ഞാനൊരു ഇന്റർവ്യൂ നടത്തിയായിരുന്നു. അങ്ങേര് പറഞ്ഞ വളരെ ക്ലിയർ ആണ്. ഈ 26 അറ്റാക്ക് നടന്നതും അതൊരു കോൺഗ്രസ് കോൺസ്പിറസി ആയിരുന്നു. ബിക്കോസ് അതിലൊരു ആ ഷിപ്പിന്, ആ ബോട്ടിന് പാകിസ്ഥാൻ വെള്ളത്തിൽ വെച്ചാൽ ട്രേസ് ചെയ്തു. അപ്പൊ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല, ഈ ട്രേസിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇവർക്ക് പാകിസ്ഥാനിന്നോ ഇറാനിന്നോ അഫ്ഗാനിസ്ഥാനിന്നോ വരുന്ന കോളുകൾ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് ട്രാക്ക് ചെയ്യണം. ബിക്കോസ് ഈ ഖൊറാസാൻ എന്ന് പറഞ്ഞാൽ IS ഖൊറാസാൻ വളരെ ചെറിയൊരു മറ്റേ ഔട്ട്ഫിറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറുതാണ്. അവർക്കൊരു ഇസ്ലാമിക് ഐഡിയോളജി ഉള്ളത്. അതേ സമയത്ത് പാകിസ്ഥാനിലുള്ള ടെറർ ഗ്രൂപ്പിന് ഇസ്ലാമിസ്റ്റ് അല്ല അവർക്ക് വേണ്ടത്. ഭാരതദേശം തന്നെ ഉണ്ടാവാൻ പാടില്ല. അത് പാകിസ്ഥാന്റെ കയ്യിലായിരിക്കണം എന്നാണ് അവരൊരു ലുക്കൗട്ട്. എസ്പെഷ്യലി കശ്മീർ, ഇപ്പൊ ജമ്മു കാശ്മീർ അവർ ഇപ്പൊ ടെക്നോളജി ഒക്കെ വളർന്ന സാഹചര്യത്തിൽ ഈ കോള് സാറ് പറയുന്ന ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ വിളിക്കുന്നതും അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ വിളിക്കുന്ന കോളുകൾ ഈ നമ്മുടെ രാജ്യത്ത് പുറത്തു നിന്ന് വരുന്നവരെ കണ്ടില്ല ആഭ്യന്തര ശത്രുക്കളാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടതെന്ന് പറയുമല്ലോ. ഇവിടെ കേരളത്തിൽ തന്നെ ചില ഭാഗങ്ങളിൽ സമാന്തരമായിട്ടുള്ള ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ നടത്തിയിരുന്ന പല കേസുകളും ഉണ്ട്, ടെററിസ്റ്റുകൾ ഒരുപാട്. അവരിവിടെ നിന്ന് വിളിക്കുന്നത് പക്ഷെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് പാകിസ്ഥാനിൽ നിന്നാണ്, അഫ്ഗാനിസ്ഥാനിൽ നിന്നാണെന്നൊക്കെയാണ്. ഈ PFI ഒക്കെ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ. അതാണ് അത് സ്പൂഫിംഗ് കോൾസ് എന്ന് പറയും. സ്പൂഫ് ചെയ്യും. ചിലപ്പോൾ ഞാനിപ്പോൾ ധനുഷിന്റെ നമ്പർ തന്നെ വിളിക്കുന്ന മാതിരി ധനുഷിന്റെ ഫാമിലിക്കാരെ എന്നെ വിളിപ്പിക്കും. ഫാമിലിക്കാർക്ക് കോൾ ചെയ്യാൻ അവർക്ക് തോന്നും ധനുഷ വിളിക്കണേന്ന് തോന്നും. അതുമാതിരി റൂട്ടിംഗ് കോൾസ് ഉണ്ടാവും. കോൾ റൂട്ട് ചെയ്യും. ഇന്ന് കാലത്ത് തന്നെ എനിക്ക് US ഒരു നമ്പർ വന്നു, ഒരു കോള്. പക്ഷെ എൻ്റെ അടുത്ത് ട്രൂ കോളറുള്ള കാരണം അത് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞത് സ്പാം കോൾ ആണ്, ഫ്രോഡ് കോൾ ആണ്. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾ വിളിക്കുന്ന ടെലികോം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് നിങ്ങളുടെ ടെലിഫോൺ ഡിസ്കണക്ട് ചെയ്ത്. പഴയ സ്കാം ആണത്. പക്ഷെ നമുക്കറിയാം ഈ പറഞ്ഞ മാതിരി ഇവരെന്ത് ചെയ്യുന്ന ടെലിഗ്രാം മാതിരിയുള്ള ആപ്പുകളോ ഇവൻ വാട്സാപ്പ് ഒക്കെ ഇപ്പൊ ഇവർ ക്രാക്ക് ചെയ്തു നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ്. പക്ഷെ ടെലിഗ്രാം ഇപ്പോഴും അവർ ഉപയോഗിക്കും. സിഗ്നൽ തന്നെ വേറൊരു ആപ്പ് ഉണ്ട്, അതിൽ കൂടെ ഇവർ കോൾ ചെയ്യിട്ടാണ്. ഇതിൽ കൂടെയാണ് ഇവർ കോൾ നിന്നാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ നടത്തിയൊരു ചർച്ചയിൽ നമ്മൾ ഈ ജമ്മുവില് സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തായിരുന്നു. അവിടെ സാറ്റലൈറ്റ് ഫോൺസ് ഉപയോഗിക്കുന്നത് ഇറിഡിയത്തിന്റെ കോൾസ് ഒക്കെ. ഇൻഫാക്ട് നമ്മൾ ലേഹിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിരുന്ന ഒരു ബോർഡ് ഉണ്ടാവും, നിങ്ങളുടെ അടുത്ത് സാറ്റലൈറ്റ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഡിസ്ക്ലോസ് ചെയ്യണം. ഉപയോഗിക്കാൻ പാടില്ല, ഇല്ലീഗലാണ്. പക്ഷെ ഇതാണ് അതിന്റെ ഒരു എന്താ പറയാ ഒരു ട്രാക്കിംഗ് സിസ്റ്റം. നമുക്ക് നമ്മൾ ഒരാളെ കോൺടാക്ട് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്യുമ്പോൾ ഇത് നടക്കുന്ന എവിടെയെന്നാണ് യൂഷ്വലി ഗൾഫിലാണ് നടക്കുക. ഗൾഫിൽ പോണ കുറെ പയ്യന്മാരെ ഇവരെന്ത് ചെയ്യുന്നു, ബ്രെയിൻ വാഷ് ചെയ്യും. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ധനുഷ് ABC മലയാളം അല്ലെങ്കിൽ മലയാളം മീഡിയ ആയാലും എവിടെയായാലും അതിൽ കയറി കോമന്റ് ചെയ്യണ ചിലവരുണ്ട്. അവരുടെ ഒരു റെഗുലർ കോമന്റിങ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു തീവ്രവാദ ഒരു എന്താ പറയുക ഒരു ടെർമിനോളജീസ് ആണ് അവർ ഉപയോഗിക്കുക. ചാണകം ഗീണം അതൊക്കെ യൂഷ്വൽ ആണ്, പക്ഷെ അതല്ലാണ്ട് അവർ ഉപയോഗിക്കുന്നത് ടെർമിനോളജീസ് ആണ്. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവരെന്ത് ടെറർ ഇതാണ് ചെയ്യുന്നത്. ആ ടെററിസ്റ്റ് ഈ പറഞ്ഞ മാതിരി അവര് റിക്രൂട്ട്മെന്റ് ആണോ നോക്കേണ്ടത്. ഗൾഫിൽ നമ്മൾ കണ്ടിട്ട് കുറെ പേരെ ഇവര് ബ്രെയിൻ വാഷ് ചെയ്ത് റിക്രൂട്ട് ചെയ്തായിരുന്നു. പണ്ട് ദാവൂദ് ഇരുന്നിരുന്ന ഗൾഫിലായിരുന്നു, ഇപ്പൊ പാകിസ്ഥാനിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളവിടെ പോകുന്ന യങ്സ്റ്റേഴ്സ് അവരെയാണ് ഇപ്പൊ ഇന്റലിജൻസ് ഏജൻസീസ് ട്രാക്ക് ചെയ്യുന്നത്. ഇവരുടെ വിചാരം നമ്മുടെ നാട്ടിൽ നിന്ന് പോണ പയ്യന്മാർക്ക് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറി 4 തെറി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾ വലിയ ഹീറോ ആയെന്നാണ്. പക്ഷെ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ഓരോ കോമന്റും ട്രാക്ക് ചെയ്യേണ്ടത്. ഇവർ ഓരോ കോമന്റും ഇന്റലിജൻസ് അവർ ഓരോന്നിരുന്ന് നോക്കുകയല്ല, അവർക്കൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയറിൽ ചില കീ വേർഡ്സ് ഉണ്ട്. ആ കീ വേർഡ്സ് എടുത്താൽ ഇവർ ട്രാക്ക് ചെയ്യും. IS ഖുറാസാൻ ഇപ്പൊ നാളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഭാരതത്തിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസിന് അറിയാം, ഈ പറഞ്ഞ രാജ്യത്ത് ദോവലിന്റെ ഇതായാലും റോയിന്റെ സെറ്റപ്പിലൊക്കെ ഇവർക്ക് ഇതിനെ പറ്റിയൊക്കെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട് ഇവരെ. പക്ഷെ ഈ പറഞ്ഞ മാതിരി 1-2 ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്ന് പോയി കഴിഞ്ഞാൽ അറിയാണ്ട് കഴിഞ്ഞാൽ അവരാണ് ഈ ഡാമേജ് ചെയ്യാൻ പോകുന്നത്. കോയമ്പത്തൂരിൽ നമ്മൾ കണ്ട ഒരു കുക്കർ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്ത ഒരു അമ്പലത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഒരു ബ്ലാസ്റ്റ് നടത്തി സിലിണ്ടർ ഒക്കെ ഉപയോഗിച്ചു. ബാംഗ്ലൂർ കഫേയിൽ ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, രാമേശ്വരം കഫേയിൽ. കറക്റ്റ്. ഈ കോയമ്പത്തൂർ നടന്ന ബ്ലാസ്റ്റില് ഞാൻ പറയാൻ കാരണം സ്പെസിഫിക് കോയമ്പത്തൂർ എന്ന് പറയാൻ കാരണം അതില് അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇയാൾ എന്താ ചെയ്യണെന്ന് അറിയണ്ടായിരുന്നില്ല. അന്നാണ് ആ സ്ത്രീ പറയണത്, വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അവർ പറഞ്ഞ ഇയാൾ രാത്രി വന്നിന്ന് രാത്രി മുഴുവൻ 2 മണി വരെ എന്തൊക്കെയോ സോൾഡറിങ് ചെയ്തിട്ടിരിക്കും, എന്തൊക്കെയോ വയറിങ് ചെയ്തിട്ടിരിക്കും. ചോദിക്കുമ്പോൾ പറയും ഞാൻ ഇലക്ട്രോണിക് റിപ്പയർ ചെയ്യാന്ന് പറയും. ഈ ബോംബ് ഉണ്ടാക്കുന്ന ടെക്നോളജി പഠിപ്പിക്കുന്നത് വലിയൊരു കേപ്പബിലിറ്റി ഓർഗനൈസേഷനാണ് IS ഖുറാസാൻ. അവരുടെ ഒരു സൂയിസൈഡ് ബോംബിംഗ് കേപ്പബിലിറ്റി അത് കുറെ ഉണ്ട്. അഫ്ഗാനിസ്ഥാനില് റഷ്യ ആദ്യം ഓടിച്ചതും പിന്നെ അത് കഴിഞ്ഞ് US ഓടിച്ചതൊക്കെ ഈ സൂയിസൈഡ് ബോംബേഴ്സിനെ ഉപയോഗിച്ചിട്ടാണ്. അവർ ഒന്നിലും IED ഉപയോഗിക്കും, റോഡ് സൈഡിൽ ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് വെക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി സൂയിസൈഡ് ബോംബേഴ്സിനെ ഉപയോഗിക്കും. അത് നമ്മൾ ഈവൻ നമ്മുടെ ഭാരതത്തിന്റെ കൺസുലേറ്റിന് നേരെ അവർ അറ്റാക്ക് നടത്തിയിരുന്നു, സൂയിസൈഡ് ബോംബിംഗ് നടത്തിയിരുന്നു കാബൂളിലുള്ളത്. അപ്പൊ ഈ പറഞ്ഞ മാതിരി നമ്മുടെ രാഷ്ട്രത്തിൽ ഇത് കേരളത്തിൽ നിന്നും വേറെ സ്ഥലത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യാൻ പോണ
എനിക്ക് പറയാത്രേ ഉള്ളൂ, ഇവരുടെ അച്ഛനമ്മമാരാണ് ആദ്യം ഇവർ ബിഹേവിയർ നോട്ടീസ് ചെയ്യുന്നത്. ഇവര് ഉം. എങ്ങനെയാണ്, എന്ത് വർത്താനാണ് പറയുന്നത്, എങ്ങനത്തെ ബിഹേവിയർ ആണ്, സോഷ്യൽ മീഡിയയിൽ എന്താണ് ബിഹേവിയർ. അച്ഛനമ്മയ്ക്ക് കയറി ഉം. സോഷ്യൽ മീഡിയയിൽ നോക്കാൻ പറ്റില്ല. പക്ഷെ ആരായാലും ഈ സോഷ്യൽ മീഡിയ ഉം. ഹാബിറ്റ്സ് എന്നാണ് ഫസ്റ്റ് ഇവരെ ട്രാക്ക് ചെയ്യുന്നത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് Yeah. ദി കോൾസ് ഇവരെന്താ ചെയ്യുക പറഞ്ഞാൽ, ഒന്നിലും ഇവരെ ട്രാപ്പ് ചെയ്യും. ഹണി ട്രാപ്പിംഗ് എന്ന് പറയും, നമ്മൾ ഉം. കേട്ടിട്ടുണ്ടോ? ധനുഷിന് ഉം. അറിയാത്തതാണ്. ഹണി ട്രാപ്പ് ഉം. ചെയ്യും. ഹണി ട്രാപ്പ് ചെയ്തിട്ടാണ് പിന്നെ ഇവര് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഉം. ഒന്നിലും ഉം. ഐഡിയോളജി ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ബേസ്ഡ് ആയിരിക്കും. ഈ രണ്ടും Okay. ട്രാക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസിയാണ്. അവർ ചെയ്യുന്നുണ്ട്. ഉം. നല്ല കാര്യം, നമ്മൾ അറിയില്ലല്ലോ, നമ്മളൊന്നും അറിയില്ല ഇതിനെ ഉം. പറ്റി. ഉം. ഉം. അതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ IS ഖൊറാസാന്റെ ഓർ ഈ ഉം. പറഞ്ഞ മാതിരി ബാക്കിയുള്ള ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റ്സ്, നോൺ പാകിസ്ഥാനി ഇസ്ലാമിസ്റ്റ് ഔട്ട്ഫിറ്റ്സിനാണ് നമ്മൾ ശരിക്കും ഉം. നമുക്കൊരു ഒരു ഒരു പേടി ഉണ്ടോ അവരെ പറ്റിയിട്ട്. അത് നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ ഒരു പേഴ്സണൽ ലെവലിലായാലും ഒഫീഷ്യൽ ലെവലിലായാലും ഉം. ഇവരെ ട്രാക്ക് ചെയ്തേ പറ്റൂ. UN തന്ന റിപ്പോർട്ട് നമ്മൾ എടുത്ത് വെർബാറ്റം ശരി, ഉണ്ട്, ത്രെറ്റ് ഉണ്ട്. പക്ഷെ ഉം. എന്താ നിങ്ങളെ ത്രെറ്റ് ഉം. ചെയ്യണമെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക. നിങ്ങൾ ഈ ഉം. ത്രെറ്റിന്റെ അഗേൻസ്റ്റ് എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഡെഫിനറ്റ് ആയിട്ട് അത് റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആയാലും നമ്മുടെ IB ആയാലും സ്റ്റേറ്റ് ലെവലിലുള്ള ഇന്റലിജൻസ് ഏജൻസീസ് ഒക്കെ, അവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയൊരു കോംപ്രമൈസ് നടന്നിട്ടുള്ളത്. പണ്ട് ധനുഷിന് ഓർമ്മയുണ്ട്, നമ്മുടെ പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ റൂട്ട് പ്ലാൻ ലീക്ക് ചെയ്തു പോലീസ്. Yeah. അത് ആ വലിയൊരു വീഴ്ചയായിരുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു പ്രധാനമന്ത്രി. വലിയൊരു വീഴ്ചയായിരുന്നു. ദാറ്റ് ഇസ് അൺപാർട്ടണബിൾ. ഉം. പക്ഷെ അതിൽ എന്താ ഉണ്ടായെന്ന് അറിയാം, ഒറ്റ പോലീസുകാരനെ നമുക്ക് സസ്പെൻഡ് ചെയ്തില്ല. ഏതോ വല്ല കോൺസ്റ്റബിളിനെ പിടിച്ചവനെ ഒരു 2 ആഴ്ചക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അയാളെല്ലാം വാട്സാപ്പിൽ അയക്കിയതൊക്കെ. അപ്പൊ ഉം. അത് നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു പണ്ട് പിന്നെ ഒരു പ്രസിഡന്റ് വന്നപ്പോ എങ്ങാണ്ട് കോൺവോയിൽ നമ്മുടെ മേയർ അടിച്ചു കയറി കോൺവോയുടെ ഉള്ളിൽ. അതെ അതെ അതെ, നമ്മുടെ ഞാൻ അങ്ങോട്ട് പറയാൻ കേരളത്തിൽ വരികയായിരുന്നു. കോംപ്രമൈസ്, കേരളത്തിൽ കുറെ കോംപ്രമൈസ് നടക്കുന്നുണ്ട് ഇങ്ങനത്തെ. ബിക്കോസ് ഉം. വൺസ് യുവർ സെക്യൂരിറ്റി ഫോഴ്സസ് കോംപ്രമൈസ്, നമ്മൾ ഇന്ദിരാഗാന്ധി അസാസിനേഷനിൽ കണ്ടാണ്, സ്വന്തം ഉം. ബോഡി ഉം. ഗാർഡ്സ് ഇന്ദിരാഗാന്ധിയെ വധിച്ചു. പക്ഷെ അന്ന് ഉം. തൊട്ട് ഇന്ന് വരെ ധനുഷിന് പ്രധാനമന്ത്രി മോദി ആവട്ടെ, SPGയുടെ വേറെ ഏതെങ്കിലും പ്രൊട്ടക്റ്റീവ് ആവട്ടെ, ഒറ്റ ഉം. സിഖ് സർദാറിനെ കാണില്ല ഇന്നർ കോർഡറിൽ. ഉം. ഉം. ഒറ്റ ആളെ കാണില്ല. ഉം. അതിന്റെ റീസൺ അതാണ്, എന്തിനാ റിസ്ക് എടുക്കണമെന്നാണ്. പക്ഷെ ഔട്ടർ കോർഡറിൽ ഉണ്ടാവും. ഇപ്പൊ നമ്മള് CISFന്റെ ആൾക്കാരും CRPFന്റെ ആൾക്കാരും വയനാട്ടിൽ നടക്കുന്ന റെസ്ക്യൂ ഉം. ആയിട്ട് അവിടെയൊക്കെ നമുക്ക് സോൾജേഴ്സിനെ, നമ്മുടെ ഇന്ത്യൻ ഉം. സോൾജേഴ്സിനെ, ഉം. സിക്സിനെ കാണാം, സർദാർമാരെ കാണാം. ഉം. പക്ഷെ അന്ന് നടന്ന ഉം. ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ടാണ് ഇവർ പാഠം പഠിച്ചത്. പക്ഷെ കേരളത്തിൽ ഇപ്പോഴും ഈ പറഞ്ഞ ഹൈദരാബാദിൽ ഒരു 5-6 പോലീസുകാരെ ഇതേമാതിരി അവർ സസ്പിഷനിൽ അവർ മാറ്റിവെച്ച് ഉം. പ്രധാനമന്ത്രിയുടെ ഔട്ടർ കോർഡറിൽ ഗൺസ് കൊടുക്കാൻ പാടില്ല എന്നാണ്, തോക്ക് അവരുടെ കയ്യിൽ വെക്കാൻ പാടില്ല ഉം. ഔട്ടർ കോർഡറിൽ. ഉം. ഉം. എന്തെങ്കിലും നടക്കുന്നതാണ്. ഒരൊറ്റ ആൾ മതിയല്ലോ ഇത് ഒരു അസാസിനേഷൻ നടത്താൻ. നമ്മൾ പ്രസിഡന്റ് ട്രംപിന്റെ കേസിൽ കണ്ടതാണ്. ഒരു ഡിസ്ഗ്രണ്ടൽഡ് എലിമെന്റ് മതി, എന്താ പറയുക, ബ്രെയിൻ വാഷ് ചെയ്ത ഒരാൾ മതി, ഒരു തോക്കും കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതെ അതെ. നമ്മളൊരു ഒരു ഒരു സംസ്ഥാനമായാലും ഒരു രാഷ്ട്രമായാലും നമ്മൾ നമ്മുടെ സെക്യൂരിറ്റി നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അവിടെ കോംപ്രമൈസ് ഉം. നടത്താൻ പാടില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് നമ്മൾ ഈ പറഞ്ഞ മാതിരി വോട്ടിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ കേരളത്തിൽ കുറേ കോംപ്രമൈസ് നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇത് ഒരിക്കൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വളരെ കഷ്ടമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതില് UN മുന്നറിയിപ്പ് എന്നൊക്കെ ഉള്ളത് അതിനു മുമ്പ് തന്നെ നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലൊക്കെ ഇതിനു മുമ്പേ തന്നെ പണി തുടങ്ങി കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം UN മുന്നറിയിപ്പ് കിട്ടുന്ന മുമ്പേ ഇന്ത്യക്ക് ഇവിടെ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും ആ പണികൾ ചെയ്തു തുടങ്ങുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. ഈ ആക്രമിക്കാൻ വരുന്ന IS ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നല്ലതാണ്. കാരണം ഈ സിറിയയിൽ കിടന്ന് അപ്പുറം ഇപ്പുറം അടിക്കും പോലെ അല്ല ഇന്ത്യയിൽ ഒരു ആക്രമണമൊക്കെ നടത്താൻ പദ്ധതിയിടുക എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ്, ആണവ ശക്തിയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ സിറിയയിലൊക്കെ ഒരു അണുവായുധം പ്രയോഗിക്കാൻ ഒരു അവസരം ഇന്ത്യക്ക് നിങ്ങൾ തന്നെ കൊണ്ട് തരില്ലെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ കാര്യങ്ങൾ നടത്തുക. ഇത്തരത്തിലുള്ള വിളച്ചിലുകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാതിരിക്കുക. ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സോ മച്ച്. നമസ്കാരം.